നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനും ഗോപിയേട്ടനും ജോൾസിനെ കാണാനായി ഇവിടുന്ന് പോകുമ്പോ നിധി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ അവൾ എവിടെയോ പോയിട്ട് വരിക. അപ്പോ ഞങ്ങള് പോയതിനു പിറകെ ഇവളിവിടുന്ന് ഇറങ്ങിയതാണെന്നല്ലേ? ഇവള് നിർമ്മലയെ കണ്ടെത്തി കാണൂ. എന്തായാലും നിധിയുടെ ഉദ്ദേശം അത് തന്നെയാ. മുഖത്ത് നോക്കി അങ്ങ് പറയുന്നതാ നല്ലത്. നീ ഇപ്പൊ എവിടെ പോയിട്ട് വന്നതാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നീ കാരുണ്യ അനാഥാലയത്തിൽ പോയത് എന്തിനാണെന്നും ഞാൻ ചോദിക്കുന്നില്ല. അവിടെ നിന്നും നീ കൊണ്ടുവന്ന വീഡിയോയിൽ കണ്ട ആളിനെ നിനക്കും അറിയാം, എനിക്കും അറിയാം. അതിനെക്കുറിച്ച് നിന്നോട് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ നിന്നോട് പറയാം. നീ അന്വേഷിച്ച് നടക്കുന്നത് ആരെയായാലും ആ പണി ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം. അതല്ല, അവളെ നീ കണ്ടെത്തി കഴിഞ്ഞെങ്കിൽ അവൾ ഇവിടേക്ക് വരാതിരിക്കുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്വം ഓർത്തോ. എന്താ ഇന്ന് നിനക്ക് വലിയൊരു സന്തോഷ വാർത്ത തരാൻ വേണ്ടി പോവാ. സന്തോഷ വാർത്തയോ? എന്താ പറ കേൾക്കട്ടെ. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് തരാൻ വേണ്ടി പോവാ. ഗിഫ്റ്റോ? അതെവിടെ ഇരിക്കുന്നെ? ആ ഗിഫ്റ്റ് ഇപ്പൊ കാണാൻ പറ്റത്തില്ല. കാണാനേ കുറച്ച് സമയം എടുക്കും. ഇപ്പൊ അത് കേൾക്കാനേ പറ്റൂ. കേൾക്കാൻ പറ്റുന്ന ഗിഫ്റ്റോ? അതെന്താ? ശിവാനി കഫേ. എങ്ങനുണ്ട്? ശിവാനി കഫേയോ? അതെന്താ സാധനം? എനിക്കൊന്നും മനസ്സിലായില്ല. എന്തുവാ? അതായത് നിന്റെ പേരില് ശിവാനി കഫേ എന്നുള്ള പേരില് ഈ സിറ്റി മുഴുവൻ കോഫി ഷോപ്പ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. സത്യമാണോ പ്രണവി പറയുന്നേ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നഗ്നമായ സത്യം. എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ടോട്ടൽ 5 crore ഇൻവെസ്റ്റ്മെന്റ്. ഇനി സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. ഇത് കേൾക്കുമ്പോ തന്നെ എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയോ? ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചന തോന്നാൻ? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാ കാരണക്കാരി നീ തന്നെ. നിന്നെ എനിക്ക് കിട്ടിയതാണ് ഈ പ്ലാനിന്റെ തുടക്കം. മനസ്സിലായില്ല. അത് ഞാൻ ആദ്യമായിട്ട് നിന്നോട് ഇഷ്ടം പറഞ്ഞത് എവിടെ വെച്ചാ?
അത് ഒരു കോഫി ഷോപ്പിൽ വെച്ച്. ആ യെസ്, ആ കോഫി ഷോപ്പ് ഇപ്പൊ വിൽക്കാൻ കിടക്കുന്നു. അപ്പോ എനിക്കൊരു ചിന്ത തോന്നി. അത് നമ്മുടെ എക്കാലത്തെയും പ്രണയത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അതങ്ങ് വാങ്ങിച്ചാലോന്ന്. അതും നിന്റെ പേരിൽ. പിന്നെ പതുക്കെ പതുക്കെ ചിന്ത എങ്ങ് ഡെവലപ്പായി. സിറ്റി തന്നെ പല ഇടങ്ങളിലായിട്ട് 50 കോഫി ഷോപ്പുകൾ, എ ചെയിൻ ഓഫ് കഫേസ്. അത് സക്സസ് ആവുമെന്ന് ഉറപ്പായപ്പോ ഞാൻ അതിന്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് അങ്ങ് തയ്യാറാക്കി. അതൊക്കെ പോട്ടെ, നമ്മുടെ പുതിയ ബിസിനസിന്റെ നെയിം സെലക്ട് ചെയ്ത് എങ്ങനെയുണ്ട്? സത്യം പറയാലോ, എനിക്കങ്ങോട്ട് തീരെ വിശ്വാസം വരുന്നില്ല. എന്റെ പേരിലെ ഒരു ബിസിനസ് ആരംഭിക്കാന്നൊക്കെ പറയുമ്പോ ഐ എം സോ എക്സൈറ്റഡ് പ്രണവ്. പ്രണവിന് എന്നോട് അത്രക്ക് ഇഷ്ടമുണ്ടല്ലേ? പിന്നില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ആദ്യമായിട്ട് പ്രണയം പറഞ്ഞ കോഫി ഷോപ്പ് നിന്റെ പേര് തന്നെ വാങ്ങിക്കുന്നേ. അതാണ് ഞാൻ നിനക്ക് തരുന്ന വലിയ ഗിഫ്റ്റ്. താങ്ക് യു പ്രണവ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്റെ ഏട്ട എന്തൊക്കെ ബിസിനസ് തുടങ്ങിയിരിക്കുന്നു. അതിൽ ഒരെണ്ണത്തിലെങ്കിലും ഏട്ടത്തിയുടെ പേരിട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എന്റെ ആദ്യത്തെ ബിസിനസ് തന്നെ ഞാൻ എന്റെ ഭാര്യയുടെ പേരിൽ തുടങ്ങാൻ പോകുന്നു. ഓക്കെ? I love you, Pranav. I love you so much. ഇനി നിനക്ക് ഏറ്റവും സന്തോഷം തരുന്ന മറ്റൊരു കാര്യം പറയട്ടെ. ഇനിയുണ്ടോ സർപ്രൈസ്? യെസ്. എല്ലാം കൂടെ കേട്ടിട്ട് എന്റെ ഈ ചെറിയ ഹൃദയം പൊട്ടിപ്പോവേ. നമ്മുടെ ശിവാനി കോഫി ഷോപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്നറിയാമോ? അത് വല്ല ഫിലിം സ്റ്റാറോ ആയിരിക്കും. എന്താ ബുക്ക് ചെയ്തോ? നോ, ഞാൻ എന്റെ ഭാര്യയുടെ അഭിനയിക്കാനുള്ള ആഗ്രഹം കൂടെ സഫലമാക്കി തരാൻ പോവാ. നമ്മുടെ കോഫി ഷോപ്പുകളുടെ എല്ലാ ബ്രാൻഡ് അംബാസിഡർ നീ തന്നെ ആയിരിക്കും. യെസ്. ആഡ് ഫിലിമുകളിലും പോസ്റ്ററുകളിലൊക്കെ വരാൻ പോകുന്നതേ ഇനി ശിവാനിയുടെ മുഖമായിരിക്കും. അയ്യോ, സന്തോഷം കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പ്രണവ്, എപ്പോഴാണ് നമ്മുടെ ആഡ് ഫിലിമിന്റെ ഷൂട്ട്? അതിനു മുന്നേ കുറച്ച് പരിപാടികളുണ്ട്. ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം, സ്റ്റാഫുകളെ ഫിക്സ് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികൾ. അത് കഴിഞ്ഞ നമ്മൾ നേരെ പ്രൊജക്റ്റിലേക്ക് കടക്കും. ഒട്ടും വൈകത്തില്ല. ഈ പ്രോജക്റ്റിൽ വിജയിക്കുന്നതിന് എന്റെ ഹസ്ബൻഡിന് എന്റെ അഡ്വാൻസ് വിഷസ്. താങ്ക് യു. ഈ വീട്ടില് അച്ഛനായാലും വസുന്ധരാന്റെ ആയാലും ഏട്ടനായാലും എല്ലാവരും ബിസിനസ്സിൽ ഷൈൻ ചെയ്തവരാ. ഇപ്പോ ഇതെന്റെ ആദ്യത്തെ ചുവടുവെപ്പാ. ഞാനും സക്സസ് ആവും ഏട്ടനെ പോലെ. ഞാനും ബെസ്റ്റ് ബിസിനസ്മാനുള്ള അവാർഡ് വാങ്ങിക്കും. പ്രണവ് ആഗ്രഹിക്കുന്നതെല്ലാം നടക്കും. ഞാൻ കൂടെയുണ്ട്. നാളെ ഈ വിവരം വീട്ടിലുള്ള എല്ലാവരുടെ പറയണം. ഞാൻ സ്വയം ഇങ്ങനെ ഒരു സംരംഭത്തിന് ഇറങ്ങിയെന്നറിയുമ്പോ എല്ലാവർക്കും സന്തോഷവും. പിന്നല്ലാതെ ഉറപ്പായിട്ട് സന്തോഷാവും. ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതെ, ഒരു കാര്യം പറയാനുണ്ട്. നിധി, നിന്റെ സർവ മനസ്സമാധാനവും അവസാനിക്കാൻ പോവാ. പ്രണവ് എന്റെ പേരില് ബിസിനസ് ആരംഭിക്കാൻ പോകുന്നു. നീ നീറി നീറി മരിക്കും.